ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് അത്യാവശ്യം നല്ലൊരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ പല അതിർത്തിയിൽ പലയിടങ്ങളിലും മുള്ളുകമ്പിയൊന്നും എല്ലായിടത്തും ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് മോദി വന്ന ഉടനെ തന്നെ പരിഹരിച്ച് അതിർത്തിയെല്ലാം ക്ലിയർ ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അതിർത്തിയിൽ മുള്ളുകമ്പിയെല്ലാം കെട്ടി സേഫാക്കി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷണമൊക്കെ തുടർന്ന് പോകായിരുന്നു. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ മോശമാവുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അതിർത്തിയിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കൂടി നമ്മുടെ ബോർഡർ ഫോഴ്സ് ഈ മുള്ളുവേലി കെട്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്ത് ആ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബംഗ്ലാദേശ് വന്നിട്ട് ചില പ്രദേശങ്ങളിൽ തടസ്സം പറഞ്ഞു. അതിൻ്റെ ഈ മുള്ളുകമ്പി കെട്ടുന്നതിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളാണ്. ആദ്യം ഇവർ തടസ്സങ്ങൾ പറയുന്നു, പിന്നീട് ഇന്ത്യയുടെ അംബാസിഡറെയും ഹൈക്കമ്മീഷണറെയൊക്കെ വിളിച്ചു വരുത്തുന്നു. തിരിച്ച് ഇന്ത്യ എന്ത് ചെയ്തു, ഇതേ രീതിയിൽ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശിനോട് റിയാക്ട് ചെയ്യുകയാണ്. ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ഇനിയിപ്പോൾ എത്ര തന്നെ തടഞ്ഞാലും ഇന്ത്യ മുള്ളികമ്പി കെട്ടും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് ഇവരോട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ എന്ന് പറയുന്നത് പീപ്പിൾ ടു പീപ്പിൾ റിലേഷനാണ്. അപ്പോൾ അതിലൊരു വലിയ പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതി ഇന്ത്യ വളരെ സൗമ്യമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇവർ ശരിക്കും തലേ കയറാൻ വരുമെന്ന് പറയില്ല. നമ്മളൊന്ന് താഴ്ന്നു കൊടുക്കുമ്പോൾ തലേ കയറും എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ബംഗ്ലാദേശികൾക്ക്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ എന്തു വന്നാലും മുള്ളുകമ്പി കെട്ടിയിട്ടേ ഇനി പോണുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശ് സൈന്യം നോക്കുകുത്തിയായിട്ട് നിൽക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം. രണ്ടാമത്, ഇതിലേക്ക് ഇന്ത്യ പ്രേരിപ്പിച്ച വേറെയും ഘടകങ്ങളുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് മയക്കുമരുന്ന് ആയുധങ്ങളൊക്കെ ബോർഡർ വഴി കടത്തുന്നത് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഒരു ടീമിനെ, ഇത്തരത്തിലൊരു ഗ്യാങ്ങിനെ ഇന്ത്യൻ സൈന്യം പിടികൂടുകയും ഒക്കെ ചെയ്തപ്പോൾ, ബോർഡർ ഫോഴ്സ് പിടികൂടുകയൊക്കെ ചെയ്തപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ഗൗരവം കൂടുതൽ കണക്കിലെടുത്തുകൊണ്ടാണ് വേഗത്തിൽ ഇപ്പോൾ മുള്ളുകമ്പികൾ കെട്ടാനായിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശ് ആദ്യം ഒന്ന് തടയാൻ ശ്രമിച്ചു. അപ്പോൾ സൗഹൃദത്തിൻ്റെ ഭാഷയിൽ ഇന്ത്യ പറഞ്ഞു, ഈ ആദ്യം സമാധാനത്തിൻ്റെ പാതയാണല്ലോ, പിന്നെ ഒരു രക്ഷയില്ലെന്ന് കണ്ട അറഞ്ചം പുറഞ്ചം അടിയെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എന്നാൽ പിന്നെ നീയൊക്കെ ചെയ്യാനുള്ളത് ചെയ്യും, നമുക്ക് നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് ഇന്ത്യ മാറുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ സൗമ്യത പതിയെ മാറുന്നുണ്ട്. ബംഗ്ലാദേശ് ഇതുവരെയും ബംഗ്ലാദേശ് ഇന്ത്യ എന്ന സുഹൃത്തിനെ കണ്ടിട്ടുള്ളൂ. ബംഗ്ലാദേശ് ഇന്ത്യ എന്ന ശത്രുവിനെ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യ എന്ന എതിരാളിയെ അവരിതുവരെ കണ്ടിട്ടില്ല. അത് കാണാനുള്ള ഒരു ആംബിയർ ഒന്നും അവർക്കുണ്ടെന്ന് തോന്നുന്നുമില്ല. പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ എതിരാളിയായി മാറിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്നുള്ളത്. ബംഗ്ലാദേശിലെ ബോർഡർ ഫോഴ്സും അവരുടെ സൈന്യവും ഒക്കെ സുഹൃത്തായിട്ടുള്ള ഇന്ത്യക്കാരെയും ഇന്ത്യൻ പട്ടാളക്കാരെയും ബോർഡർ ഫോഴ്സിനെയൊക്കെ കണ്ടിട്ടുള്ളൂ. എന്നാൽ ശത്രുതയിലായി കഴിഞ്ഞാൽ എതിരാളിയായിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഇന്ത്യൻ അതുപോലെ ബോർഡർ ഫോഴ്സിൻ്റെയും ഒന്നും ഒരു ലെവൽ ഇവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അത് താങ്ങാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഇതിനിടയിൽ വേറൊരു കാര്യം നടക്കുന്നത്, ഈ അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തിട്ട് അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരത് കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് സൈന്യം അവിടെ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് പല പ്രദേശങ്ങളും തിരിച്ചു പിടിക്കാൻ. പക്ഷേ അരാക്കൻ ആർമിയുടെ കൺട്രോളിൽ നിന്ന് ഒന്നും അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇന്ത്യയുമായിട്ടുള്ള ബോർഡറിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഇവർ പേടിക്കുകയാണ്, ഇന്ത്യ എങ്ങാനും ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ വിസ്തൃതി കൂട്ടുമോ എന്നൊക്കെയുള്ള ഒരു പേടി അവർക്കുണ്ട്. പുറമേ ഡയലോഗൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭയങ്കര പേടിത്തൊണ്ടന്മാരാണ്. അപ്പോൾ ഇവരെ അങ്ങനെ പേടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ മ്യാൻമാറുമായിട്ടുള്ള അതിർത്തിയിൽ കാര്യമായിട്ടൊന്നും ഇവർക്ക് സൈന്യത്തെ ഒന്നും വിന്യസിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് അവരുടെ കയ്യിൽ അത്രയും വലിയ സൈന്യമൊന്നുമില്ല, അത്രയും ആയുധങ്ങളില്ല. ഈ അരാക്കൻ ആർമി ആണെങ്കിൽ വളരെയധികം മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ്. അവരാണെങ്കിൽ ഈ അവസരം നന്നായിട്ട് മുതലെടുത്തിട്ട് ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് വിട്ടുകൊടുക്കുന്നുമില്ല. അരാക്കൻ ആർമി ചിലപ്പോൾ ഒരു പുതിയ രാജ്യമൊക്കെ പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. റഖൈൻ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ടൊരു പുതിയ രാജ്യമായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവർ വളരെ വേഗത്തിൽ ഇപ്പം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സൈഡിൽ ഇവർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സിനെ മറന്നേക്കുന്നൊക്കെ ഡയലോഗ് അടിച്ച ബംഗ്ലാദേശികളുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞുതരാം. അതായത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിർത്തി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യ ഇങ്ങനെ ഇവരെ ചുറ്റി കിടക്കുകയാണ്. പിന്നെ ഇവർക്ക് അതിർത്തി ഉള്ളത് മ്യാൻമാറുമായിട്ടാണ്. ഈ മ്യാൻമാറുമായിട്ടുള്ള അതിർത്തിയിൽ മ്യാൻമാർ സൈന്യമൊക്കെ ഇപ്പോൾ കളത്തിന് പുറത്താണ്. അവിടെ കൺട്രോൾ ചെയ്യുന്നത് അരാക്കൻ ആർമിയാണ്. അരാക്കൻ ആർമിയുമായിട്ട് ഇന്ത്യ ഒരു ധാരണയിലെത്തിയിട്ടുണ്ടെന്നാണ് ഇതിനോടകം തന്നെ പല വാർത്താ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിനെ മൊത്തത്തിൽ ചുറ്റി വരിഞ്ഞു കിടക്കുകയാണ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഭക്ഷിക്കാൻ കഴിയുന്ന വെറും ഒരു ഭക്ഷണ വസ്തുവായിട്ട് മാറിക്കിടക്കുകയാണ് ബംഗ്ലാദേശ്. ഇത് അവരറിയുന്നില്ല. അവർ 7 സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ ഇതിനെക്കുറിച്ചൊക്കെ വലിയ ഡയലോഗ് അടിക്കുമ്പോൾ സത്യത്തിൽ അവരെ ചുറ്റി വരിഞ്ഞ് കിടക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ നിയന്ത്രണം അവർക്ക് ചുറ്റുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബോർഡറിൽ കൂടി അനാവശ്യമായിട്ട് കയറി ചൊറിഞ്ഞ് പണി വാങ്ങാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി വെക്കുകയാണ് ബംഗ്ലാദേശികൾ. സത്യത്തിൽ പാകിസ്ഥാൻമാരെക്കാളും പൊട്ടന്മാരാണോ ഇവർ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.